ഓക്കെ. അപ്പോൾ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2, 3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വെബ്സൈറ്റിൽ ഓൾറെഡി നമ്മൾ ഡൊമൈൻ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യലാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് നമ്മളുടെ bot.new എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് വഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു AI ടൂളാണ്, നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ അതൊരു AI ടൂളാണ്. അപ്പോൾ ഈ ഒരു AI ടൂൾ വെച്ചാണ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു പ്രോട്ടോടൈപ്പ്, അതായത് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ. അപ്പോൾ ഇതിലുള്ള കണ്ടൻറ്റൊക്കെ നമുക്ക് മാറ്റിയ ശേഷം നമ്മുടെ സൈറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റ് മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ടൻറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ വരുന്ന ടാസ്ക് അത് തന്നെയാണ്. പിന്നെ വരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നമ്മൾ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു സർവീസ് ഓൺലൈനിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റ ആഡ് വഴിയാണ് ഇപ്പോൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 2-3 വീക്സോളം നമ്മൾ മെറ്റ ആഡ് റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം 1000 സംതിങ്, ഒരു 1500ഓളം രൂപ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് മെറ്റ ആഡ് നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ലീഡ് വരുന്നുണ്ട്. അത് കൺവേർട്ട് ആവുന്നത് കുറച്ച് കുറവാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലീഡ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിക്കും എനിക്ക് ഇപ്പോൾ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ലീഡ് വരുമ്പോൾ വാട്സപ്പിൽ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുന്നില്ല, പകരം ഡയറക്റ്റ് അവർക്ക് മെസ്സേജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു ചെസ് ക്ലാസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ക്ലാസ് കൊടുക്കല്ലേ ചെയ്യുന്നത്. അതിന് മുമ്പ് ചിലപ്പോൾ ഡെമോ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡെമോ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യണം. എന്നിട്ട് ആ ഡെമോ ക്ലാസ്സിന് ശേഷം അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അറേഞ്ച് ചെയ്ത ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അവർ ആ കൃത്യസമയത്ത് ആ ക്ലാസ്സിൽ കയറുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ആ ഒരു ഫ്ലോ കൃത്യമായിട്ട് വർക്ക് ആവുള്ളൂ. കാരണം ഇപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനുവേണ്ടി ഒരു മാനേജ് ചെയ്യാൻ ഒരു സെയിൽസ് ആളെ ഹയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മെസ്സേജസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയുന്നില്ല, ലീഡ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട്, അവരായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് ഡെമോ ക്ലാസ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെമോ ക്ലാസ്സസും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ്, ടൈം സ്പോട്ടും ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഒരു ഇത് വരുന്നുണ്ട്. അതായത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരാളെ ഹയർ ചെയ്യാനാണ്. കാരണം ഇപ്പോൾ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്, നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോ നോക്കാം.